യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിന് അരികെത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. മൗനം പാലിക്കുകയാണ് റഷ്യ. ഇതിന്റെ വിശദാംശങ്ങളുമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് PPA ജെയിംസ് തത്സമയം ചേരുന്നത്. PPA ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഗുഡ് മോർണിംഗ്. കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ നമ്മുടെ വാർത്തയിലേക്ക്. ഹായ് പറഞ്ഞോളൂ. SKN, ഈ 4 വർഷമായി നീണ്ടു നിൽത്ത യുദ്ധം, ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇനിയും മുള്ളുകളുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു. SKN, അപ്പോൾ അതിൽ സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് 2.5 മണിക്കൂറാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മാർലാഗോ എന്ന ഇയാളുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വസതിയിൽ, സ്വകാര്യ വസതി എന്ന് പറയാം, അവിടെ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആദ്യത്തെ തവണ കണ്ടുമുട്ടിയപ്പോൾ ഇവർ തമ്മിൽ ഉടക്കി പിരിഞ്ഞെന്ന് മാത്രമല്ല അവമാനിച്ചാണ് വിട്ടത്. ഇത്തവണ 2.5 മണിക്കൂറിന് ശേഷം രണ്ടുപേരും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് ടെറഫിക് എന്നാണ്, ഏറ്റവും ഗംഭീരമായിരുന്നു എന്നുള്ള തരത്തിലാണ് പ്രതികരിച്ചത്. ഗ്രേറ്റ് മീറ്റിംഗ് ആയിരുന്നു, മഹത്തായ മീറ്റിംഗ് ആയിരുന്നു എന്ന് സെലൻസ്കിയും പറഞ്ഞു. 90% 20 പോയിന്റുള്ള ഇനത്തിലുള്ള സമാധാന പദ്ധതിയുടെ അടുത്തെത്തി എന്നാണ് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട മുള്ളുകൾ അവശേഷിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞത് ഈ ഭൂമി സംബന്ധിച്ചാണ്. 20% ഭൂമി കയ്യിൽ ഇരിക്കുന്ന യുക്രൈൻ്റെ ഭൂമി ഇപ്പോൾ റഷ്യൻ അധീനതയിലാണ്. അത് മുഴുവൻ വിട്ടുകിട്ടണം റഷ്യക്ക് എന്ന് മാത്രമല്ല, ഈ ഡോൺബാസ് മേഖല, കിഴക്കൻ ഉക്രൈനിലെ 25% ഉക്രൈൻ്റെ ഇപ്പോൾ സേനയുടെ കൈവശമുള്ളത് കൂടി തങ്ങൾക്ക് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇതൊക്കെ ഇവർ തമ്മിൽ വലിയ ചർച്ച പറഞ്ഞെങ്കിലും SKN ഒരു തരത്തിലും റഷ്യ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. റഷ്യ ഇത് തള്ളാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാര്യങ്ങൾ കുറേ മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ രൂക്ഷമായ തലത്തിൽ നടക്കുന്നുണ്ട്. ഫ്ലോറിഡയിൽ നിന്ന് സെലൻസ്കി ചർച്ച കഴിഞ്ഞ സമയത്ത് തന്നെ SKN, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫ്ലോറിഡയിലെത്തിയാണ് മാർലാഗോ വസതിയിലേക്ക്. അത് അവിടുത്തെ ഗസയിലെ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം ചർച്ച ചെയ്യാനാണ്. ഒപ്പം തന്നെ വലിയൊരു കാര്യം കൂടി ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേൽ. അവിടെ മിസൈലുകൾ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു ഇറാൻ. ഇതിലൊക്കെ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച ഇസ്രായേലിന് ഇറാനിൽ കയറി ഒരു ആക്രമണം കൂടി നടത്താൻ താല്പര്യമുണ്ട്. അമേരിക്കയുടെ അനുമതി വേണം. അതും കൂടി ഇവിടെ ചർച്ചയാവുന്നതെന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പല കാര്യങ്ങളിലും എതിർപ്പ് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ട്രംപും നെതന്യാഹുവും സുഹൃത്തുക്കളാണെങ്കിലും സിറിയയിൽ ആക്രമണം നടത്തരുതെന്ന് പറഞ്ഞു, ഇസ്രായേൽ കയറി ആക്രമിച്ചു. ലെബനിൽ നിർത്താൻ പറഞ്ഞു, അവിടെ കയറി ആക്രമിച്ചു. ഗസയിലെ സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ട് വെടിനിർത്തൽ വന്നു. ഇപ്പോൾ ഏതാണ്ട് 10-500 പേര് കൊല്ലപ്പെട്ടു അതിനുശേഷം. അതുകൊണ്ട് ട്രംപിന് വലിയ എതിർപ്പുണ്ട് ഈ നെതന്യാഹു കാട്ടിക്കൂട്ടുന്നതിൽ. അപ്പോൾ ആ ഒരു എതിർപ്പും കൂടി ചർച്ചാ വിഷയമാവും. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.